എന്തിനായിരുന്നു ജ്യോത്സ്ന 2 വർഷക്കാലം UK പോയത്? താരം പറയുന്നു. മലയാളികളുടെ പ്രിയ ഗായികയാണ് ജ്യോത്സ്ന. തന്റെ എനർജി കേൾവിക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അപൂർവം ഗായകരിൽ ഒരാളാണ് ജ്യോത്സ്ന. അടിച്ചുപൊളി പാട്ടുകൾ മാത്രമല്ല, മനം മയക്കുന്ന മെലഡികളും ജ്യോത്സ്ന പാടിയിട്ടുണ്ട്. ഇപ്പോഴിതാ കുറച്ചുകാലം UK പോയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജ്യോത്സ്ന. ഹാപ്പി ഫ്രണ്ട്സിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ 2022 മുതൽ 2 വർഷത്തേക്ക് UK പോയതിനെ കുറിച്ച് ജ്യോത്സ്ന സംസാരിക്കുന്നത്. സ്ഥിരമായി അങ്ങോട്ട് മാറാൻ പ്ലാനില്ലായിരുന്നു. എനിക്കുമില്ല, ഭർത്താവിനുമില്ല. പല പല കാരണങ്ങൾ കൊണ്ടും ഒരു മാറ്റം വേണമെന്നും കരുതിയിരിക്കുമ്പോൾ കൃത്യസമയത്ത് ശ്രീകാന്തിന് ഒരു ഓഫർ വന്നു. എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനായിരുന്നു. സത്യത്തിൽ ഞാൻ നാട്ടിൽ നല്ല തിരക്കിലായിരുന്നു. അതെല്ലാം പോകുമ്പോൾ ബാധിക്കപ്പെടും. പക്ഷേ ഞാൻ കരുതിയത് എന്റെ മെന്റൽ ഹെൽത്ത് ഒന്ന് സൂക്ഷിക്കണമെന്നായിരുന്നു. എഗ്രിമെന്റ് അയക്കുന്നതിന് മുമ്പായി ഉറപ്പാണോ ഞാൻ അയക്കട്ടെ എന്ന് ശ്രീകാന്ത് ഒരു 10 പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു. അവസാനം നോക്കാം, അയക്കുമെന്ന് ഞാൻ പറഞ്ഞു. പെർമനന്റ് അല്ല, കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ചു വരും എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോവുകയായിരുന്നു. 2 വശവുമുണ്ട്. ഇവിടെയാണ് നല്ലതെന്നോ അവിടെയാണ് നല്ലതെന്നോ പറയാനാകില്ല. ഒന്നിനും ഒരു സഹായവുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു സെറ്റ് ബാക്ക്. അവിടെ ആയിരുന്നപ്പോഴും ഞാൻ പരിപാടികൾക്കായി യാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് പരിപാടികൾക്കായി വരുന്നില്ല എന്ന് മാത്രം. US യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമെല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ യാത്രയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മോന്റെ കാര്യങ്ങളും ഒക്കെ നോക്കണം. അവിടെ മാരേജിൽ 2 പേരും തുല്യ പങ്കാളികളാണ്. 2 പേരും അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ എക്സ്ട്രാ ഹെൽപ്പ് എന്നത് ഭയങ്കര എക്സ്പെൻസീവായ കാര്യമാണ്. അതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ പുതിയൊരു സ്ഥലം, ആരെയും അറിയില്ല. അവിടുത്തെ രീതികൾ വ്യത്യസ്തമാണ്. പിന്നെ കാലാവസ്ഥ. സിനിമയിൽ കാണുമ്പോൾ ഹായ് മഞ്ഞ് എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ താമസിക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നത്. ഓരോ സീസണും ഓരോ തരം വസ്ത്രങ്ങളാണ്. ജാക്കറ്റും ഷൂസും തൊപ്പിയുമൊക്കെ. പിന്നെ സൂര്യനില്ല. സമ്മറിലാണ് ശരിക്കും സൂര്യനെ കാണുന്നത്. ഒക്ടോബറൊക്കെ ആയിക്കഴിഞ്ഞാൽ 3 മണിയോടെ സൂര്യാസ്തമയമാകും. പിന്നെ മൊത്തം ഇരുട്ടാണ്. അപ്പോഴാണ് സൂര്യന്റെ വിലയൊക്കെ മനസ്സിലാകുന്നത്. സീസൺ ഡിപ്രഷൻ എന്നൊന്നുമുണ്ട്. നമ്മുടെ മാനസികാവസ്ഥയൊക്കെ സൂര്യന്റെ അസാന്നിധ്യം ബാധിക്കും. അതൊക്കെ നമുക്ക് പുതുമയാണ്. ചില സമയത്ത് ഏകാന്തതയൊക്കെ അനുഭവിക്കാനാകും. പക്ഷേ നല്ല വശങ്ങളുണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ആളുകൾ പരസ്പരം നന്നായിട്ടാണ് പെരുമാറുക. ക്യൂവൊക്കെ കൃത്യമായി നിൽക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടും നല്ലതാണ്. ഒരു കാര്യം നടത്തണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. എല്ലാ നെയ്ബർഹുഡിലും പാർക്കുകളുണ്ട്. നിറയെ മരങ്ങളും പച്ചപ്പും. പിന്നെ ആളുകൾ തിരിച്ചറിയാത്തതിന്റെ ഗുണങ്ങളുമുണ്ട്. എവിടെ വേണമെങ്കിലും പോകാം, എന്തും ധരിക്കാം, എന്തും കഴിക്കാം. ആരും ഒന്നും ചോദിക്കാൻ വരില്ല.